നമസ്കാരം. ലോകമെമ്പാടും യോഗ പരിശീലിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടെ പലപ്പോഴും യോഗയുടെ പ്രാധാന്യം ഒരു വിഷയമാകാറുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. യോഗ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് കശ്മീരിലെ ഷെയർ ഇ കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യോഗയ്ക്ക് ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായി ചേർന്നെടുത്ത ഒരു സെൽഫി, ഒരു പോസ്റ്റ് യോഗ സെൽഫി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഭാരതം പത്മശ്രീ നൽകി ആദരിച്ച ഫ്രാൻസിലെ 101 വയസ്സുള്ള യോഗ പരിശീലക ഷാർലറ്റ് ചോപ്പിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. മുമ്പ് ഒരിക്കൽ പോലും ഇന്ത്യ സന്ദർശിച്ചിട്ടില്ലാത്ത വനിതയാണ് അവർ. എന്നാൽ യോഗയെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിന് അവർ തന്റെ ജീവിതം തന്നെ സമർപ്പിച്ചിരുന്നു. ഇതിനുള്ള ആദരമായാണ് രാജ്യം പത്മശ്രീ സമ്മാനിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ലോകമെമ്പാടുമുള്ള പ്രശസ്തമായ സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ യോഗ ഒരു പ്രധാനപ്പെട്ട ഗവേഷണ വിഷയമാണ് എന്നുകൂടി മോദി ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം 10 വർഷം പൂർത്തിയാകുന്ന വേളയിൽ എല്ലാവരും യോഗ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന അഭ്യർത്ഥന കൂടി മോദി മുന്നോട്ട് വെക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെൽഫി ചിത്രങ്ങൾക്ക് പലപ്പോഴും വലിയ തോതിലുള്ള അംഗീകാരം അല്ലെങ്കിൽ പ്രശംസ ലഭിക്കാറുണ്ട്. ഏറ്റവും ഒടുവിലായി അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ചേർന്നെടുത്ത ഒരു സെൽഫി ചിത്രം ചർച്ചയായിരുന്നു. കഴിഞ്ഞ വർഷവും മെലോണിയും മോദിയും ചേർന്നെടുത്ത സെൽഫി മെലഡി എന്ന പേരിലായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ആഘോഷമാക്കിയത്. ഇപ്പോഴിത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ മാത്രമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റ് യോഗ സെൽഫിയും ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം.